ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും KL43 ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തേക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ ഉണ്ടാക്കിയതിനെ പറ്റിയുള്ള ഇതൊരു കുഞ്ഞ് ഫോഗ് മെഷീനാണ്. വളരെ ചിലവ് കുറവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മെഷീനാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിലേക്ക് പോയാലോ. വാ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിതുവരെ ഒരു മൾട്ടിവുഡിന്റെ പീസിലാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒരു മൾട്ടിവുഡിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോക്സ് ഉണ്ടാക്കാനുള്ള ഷേപ്പിൽ ഞാൻ അളവെടുത്ത് ഇതുവരെ തന്നെ കട്ടർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 10 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള ഒരു ബോക്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അളവെടുത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതുവരെ 2 സൈഡായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുവരെ ഫ്ലെക്സ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതൊക്കെ എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാമേ. ഇത് മൾട്ടിവുഡ് ആയതുകൊണ്ട് ഫ്ലെക്സ് സ്റ്റിക്ക് ഉപയോഗിച്ചാൽ അടിപൊളിയായിട്ട് ഒട്ടും കേട്ടോ. ഇതിലേക്ക് ഇനി വേറെ സ്ക്രൂ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. മച്ചന്മാര്, നമ്മുടെ മൾട്ടിവുഡ് നമ്മൾ ഇതേപോലെ 2 സെക്ഷനായിട്ടാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും മെയിൻ്റെനൻസ് വന്നാലും നമുക്ക് അഴിച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തേക്കണം. മച്ചന്മാര്, നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചൊന്ന് സ്പ്രേ ചെയ്തെടുക്കാമേ. അടുത്തായിട്ട് നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കണം കേട്ടോ. അതുപോലെ ഇതേപോലെ കുറച്ച് സ്വിച്ചുകൾ ആവശ്യമുണ്ട് കേട്ടോ. 3 സ്വിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കുപ്പിയുടെ നമ്മുടെ മൂടിയുടെ ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. ആ ഭാഗത്ത് നമുക്കൊന്ന് എങ്ങനെയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെ ഹോൾ റെഡിയാക്കണേണ് കേട്ടോ. ഹോൾസോ ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഡ്രില്ല് ഉപയോഗിച്ച് തന്നെയാണ് എല്ലാം ചെയ്യണത്. ഇനി നമുക്ക് മുൻഭാഗത്തായിട്ടൊരു സ്വിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിൽ ഒരു ലൈറ്റ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്വിച്ച് ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അടിഭാഗം വരുന്ന പീസിൽ 2 സ്വിച്ചുകളുടെ ഹോൾ നമ്മൾ ബാക്ക് സൈഡായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു സ്റ്റിക്കർ വെച്ച് നമ്മുടെ മേലത്തെ പീസ് നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മച്ചാന്മാരെ, നമുക്ക് നേരെ നമ്മുടെ വർക്ക് തുടങ്ങിയാലോ. ആദ്യമായിട്ട് ഞാൻ ഇതേപോലെ ഒരു 60 വാട്ട്സിൻ്റെ സോൾഡറിങ് ആണ് എടുക്കണം. നമുക്ക് സോൾഡറിങ് ഫുള്ള് വേണ്ട, അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് മാത്രം മതി കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ അതൊന്ന് ഊരി എടുക്കാമേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ സോൾഡറിങ്ങിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വയറിൻ്റെ ഇവിടം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. മച്ചാന്മാരെ, നമുക്ക് ഇനി വേണ്ടത് ഇതേപോലൊരു ചെമ്പ് കമ്പിയാണ് കേട്ടോ. ചെമ്പ് കമ്പി എന്ന് പറയാൻ പറ്റില്ല, ചെമ്പ് പൈപ്പാണിത്. ഇത് നമുക്ക് നമ്മുടെ AC-ക്കൊക്കെ വരുന്ന ക്യാപ്പിലറി ട്യൂബാണ്. ഇതിൻ്റെ അളവ് വരുന്ന 0.55 ആണ്. അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത്. നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് പയ്യെ ഇത് ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ചുറ്റുമ്പോൾ നല്ല അടുപ്പിച്ച് ടൈറ്റായിട്ട് തന്നെ ചുറ്റാൻ നോക്കണം. ഇത് നല്ലോണം ചൂടായാൽ മാത്രമേ നമുക്ക് പരിപാടി നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കോയിൽ നമ്മൾ ചുറ്റി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു മരക്കട്ട എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഇതുപോലെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്താമേ. ഇവിടെ നമ്മൾ 2 സ്ക്രൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്താമേ. ഇത് നമുക്ക് ഇനി മെഷീൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇച്ചിരി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് നിർത്താം കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം റൈറ്റ് സൈഡിലായിട്ട് ചേർത്താണ് നമ്മൾ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. ഏകദേശം ഇതേപോലെ വെച്ചേക്കണം. ഇനി നമുക്ക് ആ ഹോളിൻ്റെ നേരായിട്ട് ഏകദേശം നമുക്കൊരു ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ക്യാപ്പിലറി ട്യൂബ് നമുക്ക് ഈ വഴിയാണ് നമുക്ക് പുറത്തേക്ക് ഇറക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണേ. മച്ചാന്മാരെ, നമുക്ക് ഇനി നേരത്തെ ചുറ്റി വെച്ച കോയിൽ നമുക്ക് ഇനി സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ പൈപ്പ് സൂക്ഷിച്ചെടുത്ത് ആ ഹോൾ വഴി പുറത്തേക്ക് എടുത്തിടണം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ കുപ്പി എടുത്തിട്ട് നമുക്ക് ഈ ക്യാപ്പിലറി ട്യൂബ് കയറാനുള്ള പാകത്തിന് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കുപ്പിയുടെ താഴെ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ കുപ്പിയുടെ മേൽഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു പൈപ്പ് മാറ്റിയുള്ള അഡാപ്റ്റർ നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഓസ് കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾ ഇട്ടത്. അടുത്തതായിട്ട് നമുക്ക് ഇനി വേണ്ടത് ഇതുപോലെ ഒരു പശയാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ MC-യിലും റാളിറ്റും കൂടി മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പശ നമുക്ക് ഇതിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ അഡാപ്റ്ററും ആ പൈപ്പെല്ലാം ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്ത് നിർത്താമേ. അപ്പോൾ പശ ഇടുമ്പോൾ നല്ല കട്ടിക്കാന്ന് ഇട്ടേക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പിക്കകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പ്രഷർ വരാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ച് നിർത്തണം. നമ്മുടെ താഴത്തെ പൈപ്പ് ഒട്ടിക്കണേക്ക് മുമ്പ് നമുക്ക് ഇതേപോലെ 2 മൾട്ടിവുഡിൻ്റെ കഷ്ണം വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ കുപ്പിക്ക് ഇത്തിരി ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ അടിയിലത്തെ ട്യൂബ് ഇതുവരെ നമുക്ക് പശ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പം അതുപോലെ തന്നെ നമുക്ക് ആ കുപ്പിയും പശ ഉപയോഗിച്ച് അവിടെ ഉറപ്പിച്ച് നിർത്തണം കേട്ടോ. അപ്പം ഇനി ഇത് ഉണങ്ങിയെടുക്കാൻ നമുക്ക് ഒരു ദിവസം പിടിക്കും. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇനി ബാക്കി പണിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വേണ്ട ഇതേപോലെ ഒരു 6 വോൾട്ടിൻ്റെ എയർ പമ്പാണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ലൊരു പ്രഷർ വരുന്നൊരു പമ്പാണ് കേട്ടോ. നമുക്കിത് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മൾട്ടിവുഡിൻ്റെ പീസ് ഉപയോഗിച്ച് ക്ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ മോട്ടർ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാമേ. താഴെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ നമ്മൾ 2 സ്ക്രൂ വെച്ച് ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തണേ. മുൻഭാഗത്തായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ വയർ കയറ്റിയിടാൻ വേണ്ടിയുള്ള ചെറിയൊരു ഹോൾ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഇതാണ് നമ്മൾ എടുത്തേക്കാൻ ലൈറ്റ്. അപ്പോൾ ഇത് ഞാൻ ഒരു ബൾബിൽ നിന്ന് പൊളിച്ചെടുത്തതാണ്. 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബിൽ നിന്ന് നമ്മൾ ഊരിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ബൾബ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണേണ് ഇതുവരെ. അപ്പോൾ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വയർ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിലെ കൂടി നമുക്ക് ഉള്ളിലേക്ക് എടുക്കാമേ. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു 6 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡ് കേട്ടോ. ഈ പമ്പ് ഓടിക്കാൻ വേണ്ടിയുള്ള ബോർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ബോർഡിൽ നിന്നുള്ള 6 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ പമ്പിലേക്ക് കൊടുക്കാം കേട്ടോ. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി വേണം നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണേ. അപ്പോൾ മച്ചാന്മാര് നമുക്ക് ഈ നമ്മുടെ സ്വിച്ചുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് അതിൻ്റെ പുറകിൽ സ്വിച്ച് വെക്കാനുള്ള സ്പോട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് വേണ്ട ഇതേപോലെ ഒരു വയർ പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്വിച്ചിൻ്റെ ഓരോ ലെഗിലേക്ക് പിടിപ്പിച്ചിടാമേ. ഇത് നമുക്ക് ഫേസ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വയറും നമ്മുടെ സപ്ലൈ ലൈൻ വന്ന ഏതെങ്കിലും ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഈ എല്ലാ സ്വിച്ചുകളുടെയും ഓരോ ലെഗിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാമേ. അടുത്തായിട്ട് നമ്മുടെ ഹീറ്റിംഗ് എലമെന്റിന്റെ ഒരു ലൈൻ നമുക്ക് ഈ സ്വിച്ചിന്റെ മറ്റേ ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാമേ. നമ്മുടെ ബോർഡിന്റെ ഒരു ലൈൻ നമുക്ക് മറ്റേ ഒരു സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ വയറിംഗ് കഷ്ണം ഉപയോഗിച്ച് നമ്മുടെ ബൾബിന്റെ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. വയർ എത്തൂല, അപ്പോൾ അത് നമുക്ക് വയർ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ബൾബിന്റെ ഒരു ലൈൻ നമുക്ക് സ്വിച്ചിലേക്ക് കൊടുക്കാൻ വേണ്ട. ഒന്ന് ന്യൂട്രൽ ലൈനാണ്. അപ്പോൾ നമുക്ക് ഈ വയറിന്റെ എല്ലാ ന്യൂട്രലും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് വയറൊക്കെ ഒന്ന് ടേപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാം നല്ല സെറ്റ് ചെയ്ത് നീറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാമേ. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് എടുത്തിട്ട് ഈ പമ്പും ഈ കുപ്പിയും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാമേ. പ്രഷർ വരുമ്പോൾ ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇത്തിരി പ്ലാസ്റ്റിക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ വയറൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം കേട്ടോ. നമുക്ക് ഇതിന്റെ ടോപ്പ് കവർ സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു സ്വിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ബൾബിന്റെ സ്വിച്ചാണ് സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫേസ് ലൈനും ബൾബിൽ നിന്നുള്ള ഒരു വയറും നമുക്ക് പുറത്തേക്ക് ഇടാമേ. ഇനി നമുക്ക് അതിലേക്ക് സ്വിച്ചും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുവരെ സോൾഡറിങ് വെച്ച് സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ഈ സ്വിച്ച് അവിടെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇത് ഒരു 4 ഡ്രൈവർ സ്ക്രൂ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ പാനൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് നിർത്താമേ. നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് നിർത്താമേ. മച്ചാന്മാരെ നമുക്ക് ഈ ബൾബിന് ഒരു കവർ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതിന് ബൾബിന്റെ കവർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് കളറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കളർ ബൾബ് സെറ്റ് ചെയ്ത് അടിപൊളിയായിക്കോട്ടെ. ഇതിപ്പോൾ എന്തോരം കളറാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും കളർ RGB LED ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കോട്ടെ. ഇപ്പോൾ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പശ വെച്ച് ഒട്ടിക്കാമേ. ഞാൻ നമ്മുടെ ക്യാരം ബോർഡിന്റെ കോയിന്റെ ഒരു സെന്ററിൽ ഒരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പൈപ്പിന്റെ സെന്ററിലേക്ക് നമുക്ക് കയറ്റി വെച്ച് ഒട്ടിച്ചെടുക്കാമേ. മച്ചാന്മാരെ നമുക്ക് ഇനി ഒരു ക്ലാമ്പാണ് വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പഴയ ഒരു ക്ലാമ്പ് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാമ്പ് ഇനി നമുക്ക് ഈ സെൽഫ് ത്രെഡ് സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഈ ബോഡിയിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ മെഷീൻ റെഡി ആകണ്ട കേട്ടോ. ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ഗ്ലിസറിനാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് വെള്ളവും ചേർത്തുണ്ട് കേട്ടോ. ഗ്ലിസറിലൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ നമുക്ക് ഇനി ഇതുവരെ ടോപ്പ് ഉപയോഗിച്ച് ഇത് മൂടി വെച്ച് കൊടുക്കാമേ. ഒരു മൂടി ടൈറ്റായിട്ട് വെക്കണം കേട്ടോ. അതായത് നല്ല പ്രഷർ അതിനകത്ത് വരും. അപ്പോൾ തെറിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. മൂടി നല്ല ടൈറ്റായിട്ട് തന്നെ മൂടി വെക്കണം.
അപ്പൊ മച്ചന്മാരെ നമുക്ക് നമ്മുടെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹീറ്ററിന്റെ സ്വിച്ച്. അത് നമുക്കൊന്ന് ഓൺ ആക്കി ഇടട്ടാ. കുറച്ച് നേരം നമുക്കൊന്ന് ഹീറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹീറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പമ്പിന് സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം. സംഭവം ഹീറ്റ് ആയിരുന്നെന്ന് വേണ്ട, നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാമേ. സ്മോക്ക് വന്ന് തുടങ്ങിണ്ടാ. മച്ചന്മാരെ മിഷൻ സക്സസ് ആയിരുന്നു കേട്ടാ. നല്ല അടിപൊളിയായിട്ട് തന്നെ പോകാനുണ്ട്. മച്ചാന്മാരെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.